Hi all, welcome to another session from Think Institute of Design. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാറ്റ 2026നെ കുറിച്ചാണ്. ഓരോ വർഷവും ഓരോ മാറ്റം കൊണ്ടുവരുന്ന നാറ്റ ഈ വർഷം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ അശ്വതി. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So, what is NATA? NATA examination കണ്ടക്ട് ചെയ്യുന്നത് COA എന്ന് പറയുന്ന ഒരു ബോഡിയാണ്, കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ. സോ ഈ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ് നമ്മുടെ ഇന്ത്യയിൽ എവിടെയൊക്കെ ആർക്കിടെക്ചർ പഠിപ്പിക്കണം, എന്തൊക്കെ സിലബസ് ആണ് ആർക്കിടെക്ചറിൽ ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനമെടുക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബോഡിയാണ് COA. ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. സോ 2006 തൊട്ട് നാറ്റ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതും COA തന്നെയാണ്. സോ നാറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓരോ സ്റ്റേറ്റിന്റെ കീഴിലുമുള്ള ഗവൺമെന്റ് ആർക്കിടെക്ചറൽ കോളേജ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആർക്കിടെക്ചറൽ കോളേജ് ആയിക്കോട്ടെ, അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നാറ്റ എഴുതി ക്വാളിഫൈ ആകണം. സോ ഈ നാറ്റ എന്ന് പറയുന്നത് ഒരു എക്സാം മാത്രമാണ്. സോ നമ്മൾ നാറ്റ എഴുതി ക്വാളിഫൈ ആയതിനു ശേഷം ഓരോ സ്റ്റേറ്റിലും ഓരോ കൗൺസിലിംഗ് ബോഡീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ കേരളത്തിലാണെങ്കിൽ കീം ഉണ്ട്, നമുക്ക് തമിഴ്നാട്ടിലാണെങ്കിൽ TNEA ഉണ്ട്, അതേപോലെ നമുക്കിപ്പോൾ കർണാടകയിലാണെങ്കിൽ KCET കോമറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കൗൺസിലിംഗ് ബോഡീസ് ഉണ്ട്. സോ ഈ കൗൺസിലിംഗ് ബോഡീസ് ത്രൂ ആണ് നമ്മൾ ഈ നാറ്റാക് സ്കോർ ഉപയോഗിച്ച് നമ്മൾ അഡ്മിഷന് വേണ്ടി കൊടുക്കുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് നാറ്റയെ കുറിച്ച് എന്ത് ഡൗട്ട്, ഇപ്പം സ്കോർ കാർഡ് ആണെങ്കിലും അഡ്മിറ്റ് കാർഡ് ആണെങ്കിലും എന്ത് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയി www.nata.in സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. സോ നമ്മൾ നാറ്റ എഴുതി കഴിഞ്ഞ് ക്വാളിഫൈ ആയി നമ്മളൊരു ആർക്കിടെക്ചർ കോളേജിൽ നമ്മൾ BArchന് അഡ്മിഷൻ എടുക്കുമ്പോൾ 5 year കോഴ്സാണ് നമുക്ക് ആർക്കിടെക്ചർ വരുന്നുണ്ടാവുക. സോ ഇനി എത്ര തവണയായിരിക്കാം ഒരു കുട്ടിക്ക് നാറ്റ എക്സാം ഒരു വർഷം എഴുതാൻ പറ്റുന്നത്? ലാസ്റ്റ് ഇയർ വരെ 3 തവണ വരെയൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഈ വർഷം അത് ചുരുക്കിയിട്ട് 2 അറ്റംപ്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. സോ ഒരു ഇയർ ഒരു കുട്ടിക്ക് മാക്സിമം 2 തവണ മാത്രമേ നാറ്റ എഴുതാൻ പറ്റത്തുള്ളൂ. ആൻഡ് ആ ഒരു സ്കോർ, ആ 2 അറ്റംപ്റ്റിൽ ബെസ്റ്റ് സ്കോർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ആൻഡ് ആ ഒരു സ്കോർ വാലിഡിറ്റി ഒരു വർഷത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ലാസ്റ്റ് ഇയർ വരെ ഒരു 2 year വാലിഡിറ്റി ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതൊക്കെ മാറ്റി ആൻഡ് 1 year വാലിഡിറ്റിയിലേക്ക് അത് ചുരുക്കിയിട്ടുണ്ട്. നാറ്റ കൊണ്ടുവന്ന മറ്റൊരു മാറ്റമാണ് ഫേസ് 1 ആൻഡ് ഫേസ് 2. സോ ഈ ഫേസ് 1 എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ഫേസ് 2 പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫേസ് 1 എന്താണ്? April 4 തൊട്ട് June 13 വരെ എല്ലാ ഫ്രൈഡേസും സാറ്റർഡേസുമാണ് ഫേസ് 1 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സോ ഈ ഫേസ് 1-ൽ മാക്സിമം ഒരു കുട്ടിക്ക് 2 അറ്റംപ്റ്റേ പറ്റത്തുള്ളൂ. ആൻഡ് ആ 2 അറ്റംപ്റ്റിൽ ഹയസ്റ്റ് സ്കോർ ഏതാണോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതാണ് ബെസ്റ്റ് സ്കോർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ആ സ്കോറിനെ പെർസെന്റൈലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ഫേസ് 1. ആൻഡ് എന്തായിരിക്കും അപ്പോൾ ഫേസ് 2? സോ ഫേസ് 2 എന്ന് പറയുന്നത് ഈ ഫേസ് 1-ൽ, അതായത് ഏപ്രിൽ തൊട്ട് ജൂൺ വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഷെഡ്യൂളാണ് ഈ ഒരു ഫേസ് 2 എന്ന് പറയുന്നത്. സോ ഫേസ് 2 ആകെ August 7-നും 8-നും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഈ ഫേസ് എന്ന് പറയുന്നത് വെറുതെയാണ്, ആകെ 2 ദിവസം മാത്രമേ ഫേസ് 2 ഉണ്ടാവത്തുള്ളൂ. ആൻഡ് ഇതിൽ ഒരു അറ്റംപ്റ്റ് മാത്രമേ ഒരു സ്റ്റുഡന്റിന് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് നേരത്തെ പറഞ്ഞ ഫേസ് 1-ൽ 2 അറ്റംപ്റ്റ് ആണെങ്കിൽ ഇതിൽ ഒരു അറ്റംപ്റ്റേ പറ്റത്തുള്ളൂ. ആൻഡ് അത് മാത്രമല്ല, ഈ ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള സെഷൻ പങ്കെടുക്കാത്ത, അതായത് ആ 2 അറ്റംപ്റ്റ് പോലും എഴുതാത്ത കുട്ടികൾ മാത്രമേ ഈ ഫേസ് 2-ലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഇവിടെ വരുമ്പോൾ പെർസെന്റൈൽ ഉണ്ടാവില്ല, റോ സ്കോർ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ഈ സ്കോർ വേക്കൻറ്റ് സീറ്റ്സിലേക്ക് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതായത് അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന എന്തെങ്കിലും സീറ്റ്സ് ഉണ്ടെങ്കിൽ ആ സീറ്റിലേക്ക് മാത്രമായിരിക്കും ഫേസ് 2-ന്റെ സ്കോർ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. സോ എപ്പോഴും നല്ലത് ഫേസ് 1 അറ്റൻഡ് ചെയ്യുന്നത് തന്നെയാണ്. ഇൻ ബ്രീഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് 1 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ April 4 തൊട്ട് June 13 വരെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രൈഡേ ലാസ്റ്റ് ഇയർ പോലെ തന്നെ രാവിലത്തെ സെഷൻ ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ആൻഡ് സാറ്റർഡേ രാവിലെ ഉണ്ടാവും, ഉച്ചയ്ക്ക് ഉണ്ടാവും. ആൻഡ് ഫേസ് 2 ആകെ 2 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ, August 7 and 8. ഇതിൽ ഒരു അറ്റംപ്റ്റ് മാത്രമേ കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതും ഫ്രൈഡേയും സാറ്റർഡേയും തന്നെയാണ്, സെയിം as that of phase 1. നാറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. സോ എനിക്ക് തോന്നുന്നു ഇതിൽ മാത്രമാണ് പ്രത്യേകം ഒരു ചേഞ്ച് ഒന്നും കൊണ്ടുവരാത്തത്. ലാസ്റ്റ് ഇയർ പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. സോ as you know, നമുക്ക് 2 പാർട്സ് ഉണ്ട്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. സോ പാർട്ട് എ എന്ന് പറയുന്നത് ഡ്രോയിങ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻലി ചോദിക്കുന്നുണ്ടാവുക. 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആൻഡ് പാർട്ട് ബി
ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. സോ അത് 2 സെഷനായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, MCQ ആൻഡ് NCQ. MCQ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതൊരു 42 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഒന്നായിരിക്കും കറക്റ്റ് ആൻസർ. സോ വാട്ട് ഇസ് NCQ? NCQ എന്ന് പറയുന്നത് നോ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഈ നോ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആ 8 ക്വസ്റ്റ്യനും ഓപ്ഷൻസ് ഉണ്ടാവില്ല, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് എൻ്റർ ചെയ്യണം. ആൻഡ് ഇതിന്റെ മാർക്കിലേക്ക് പോകുമ്പോഴാണ് പാർട്ട് എയിൽ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 25 മാർക്സ്, സെക്കൻഡിന് 25 ആൻഡ് തേർഡ് ക്വസ്റ്റ്യന് 30 മാർക്സ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് ആപ്റ്റിറ്റ്യൂഡിന്റെ കേസിൽ, അതായത് പാർട്ട് ബിയിൽ 120 മാർക്സ് ആണ് 50 ക്വസ്റ്റ്യൻസിന്. ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണെന്നുള്ളത് ഇതുവരെ നാറ്റ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സോ നാറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോക്കുമ്പോൾ 200 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 53 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിൽ മാത്രമേ നമ്മുടെ നാറ്റ എക്സാം കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് പൊതുവേ നമ്മുടെ നാറ്റ എക്സാമിന് ഉണ്ടായിട്ടില്ല. ബ്രോഷറിൽ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും ഈ വർഷവും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാന്ന് തന്നെയാണ് നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് സിലബസ് കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പാർട്ട് എ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 90 മിനിറ്റ്സ് ആണ്, ഓഫ്ലൈൻ ടെസ്റ്റ് ആണ് ആൻഡ് 80 മാർക്സിനാണ് ചോദിക്കുന്നത്. പൊതുവെ ഈ ഡ്രോയിങ് ബേസിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഓഫ്ലൈൻ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് A1 നമ്മൾ കോമ്പോസിഷൻ ആൻഡ് കളർ എന്നാണ് പറയുന്നത്. അതായത് കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള 2D ഷേപ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കോമ്പോസിഷൻ, 2D കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡ്രോയിങ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. സോ അങ്ങനത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് 25 മാർക്കിന് ഒന്നാമതായിട്ട് ചോദിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ A2 സ്കെച്ചിങ് ആൻഡ് കോമ്പോസിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പ്രത്യേകം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് മെൻഷൻ ചെയ്യുന്നത്, അവിടെ കളേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതും 25 മാർക്സിന് തന്നെയാണ്. ഇവിടെ 3D കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡ്രോയിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ആൻഡ് വാട്ട് ഇസ് A3 കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഡ്രോയിങ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ്. ബട്ട് A3യിലേക്ക് വരുമ്പോൾ 3D കോമ്പോസിഷൻ ആണ് പേരെങ്കിലും ഇത് ഡ്രോയിങ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത്, ഒരു മോഡൽ മേക്കിംഗ് ആണ് ആക്ച്വലി. അതായത് നിങ്ങൾക്ക് ഒരു കിറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ കിറ്റിൽ ഒരു 6 ഷേപ്സ്, ഓരോ ഷേപ്പും 2 വീതം, അതായത് 12 ഷേപ്സ് ഉണ്ടാവും. ആൻഡ് ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റും ഒരു പെർട്ടിക്കുലർ സ്പേസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അവർ പറയുന്ന, അതായത് ഒരു എക്സാം സെന്ററിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൽ മെൻഷൻ ചെയ്യുന്ന ടോപ്പിക് ഏതാണോ ആ ടോപ്പിക് മീനിങ് ഫുൾ ആകുന്ന രീതിയിൽ ആ ഒരു ഷേപ്സ് വെച്ചിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഈ 3D കോമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ഡ്രോയിങ്, കംപ്ലീറ്റ്ലി ഒരു 3D മോഡൽ മേക്കിംഗ് ആണ്. അതുകൊണ്ടാണ് അതിന് 30 മാർക്സ് വരുന്നത്. സോ ഇതാണ് പാർട്ട് എ. ആൻഡ് പാർട്ട് ബിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, MCQ ആൻഡ് NCQ. 120 മാർക്സ്. ഓൺലൈൻ ആണ്, CBT മോഡ് ആയിരിക്കും. MCQയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 42 ക്വസ്റ്റ്യൻസ് ആൻഡ് NCQയിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഇവിടെ നോക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യനും, അതായത് 50 ക്വസ്റ്റ്യൻസ് ആണ് ഇൻ ടോട്ടൽ. അതിൽ ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ 108 സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 108 സെക്കൻഡ്സ് കഴിഞ്ഞുവെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. പ്രീവിയസ് ക്വസ്റ്റ്യനിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അത് ലാസ്റ്റ് ഇയർ കൊണ്ടുവന്നൊരു വളരെ വലിയൊരു ചാലഞ്ചിങ് ആണ് സ്റ്റുഡൻസിന്. കാരണം 108 സെക്കൻഡ്സിനുള്ളിൽ കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ആൻഡ് എന്തൊക്കെ ടോപ്പിക് ആണ് നമുക്ക് പാർട്ട് ബിയിൽ ചോദിക്കുന്നത്? അരിത്മെറ്റിക്, നോൺ വെർബൽ റീസണിങ്, ലാംഗ്വേജ്, GK ആൻഡ് ആർക്കിടെക്ചർ അവയർനെസ്. സോ ഈ ടോപ്പിക്കുകളിൽ നിന്നാണ് യൂഷ്വലി നമുക്ക് ലാസ്റ്റ് ഇയർ വരെ നാറ്റയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. സോ നമുക്ക് April 6th ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ നാറ്റ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 808611 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാറ്റയുടെ ക്വാളിഫൈങ് ക്രൈറ്റീരിയ എന്താണ്. ലാസ്റ്റ് ഇയർ വരെ പാർട്ട് എ, പാർട്ട് ബി, ടോട്ടൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് മാർക്സ് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആ കട്ട് ഓഫ് മാർക്ക് പതുക്കെ എടുത്തങ്ങ് കളഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മിനിമം സ്കോർ റിക്വയർഡ് അല്ല. ഇത്ര സ്കോർ നിങ്ങൾ കിട്ടിയാൽ മാത്രമേ നാറ്റ ക്വാളിഫൈ ആകുള്ളൂ എന്നൊരു കാര്യം മെൻഷൻ ചെയ്യുന്നില്ല. അത് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. സോ എങ്ങനെയായിരിക്കും ഇവർ സ്കോർ എടുക്കുന്നുണ്ടാവുക? അപ്പോൾ പെർസെന്റൈൽ ബേസ്ഡ് സ്കോറിംഗ് സിസ്റ്റം. സോ JEE പോലെ തന്നെ നാറ്റയിലും ഒരു പെർസെന്റൈൽ സിസ്റ്റം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഒരു കുട്ടിക്ക് മാക്സിമം 2 തവണയാണ് എഴുതാൻ പറ്റുന്നുണ്ടാവുക. ആൻഡ് അതിൽ ഹയസ്റ്റ് സ്കോർ ഏതാണോ ആ ഹയസ്റ്റ് സ്കോർ ആണ് പെർസെന്റൈൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അഡ്മിഷൻസിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് phase 1 കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. phase 1 എഴുതാൻ പറ്റാത്ത കുട്ടികൾക്കാണ് phase 2 ഉള്ളത്. സോ phase 2വിൽ പെർസെന്റൈൽ ഉണ്ടാവില്ല, സ്കോർ മാത്രമാണ് ഉണ്ടാവുന്നത്.
ആൻഡ് ആ സ്കോർ വേക്കൻറ്റ് സീറ്റ്സിന് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ ഒരു കുട്ടിക്ക് ഒന്നെങ്കിൽ ഫേസ് 1 അല്ലെങ്കിൽ ഫേസ് 2. ഫേസ് 1 എഴുതിയ ഒരു കുട്ടിക്ക് ഒരിക്കലും ഫേസ് 2 അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അഡ്മിഷൻ അതോറിറ്റീസ്, അതായത് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിംഗ് ബോഡീസ്, ഓരോ സ്റ്റേറ്റിനും ഓരോ കൗൺസിലിംഗ് ബോഡി ഉണ്ടെന്ന് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ കീം, തമിഴ്നാട്ടിലാണെങ്കിൽ TNEA. സോ ഈ കൗൺസിലിംഗ് ബോഡീസിനെ തീരുമാനമെടുക്കാം പെർസെന്റൈൽ എടുക്കണോ അതോ റോ സ്കോർ എടുക്കണമോ എന്നുള്ളത്. സോ വാട്ട് ഈസ് ഫൈനൽ സ്കോർ കാർഡ്? സോ കഴിഞ്ഞ വർഷം ഒരു കുട്ടി ഒരു നാറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യം ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നു, സ്കോർ കാർഡ്. രണ്ടാമത് അറ്റൻഡ് ചെയ്യുന്നു, ഒരു സ്കോർ കാർഡ് വരുന്നു. മൂന്നാമത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെയും സ്കോർ കാർഡ് വരുന്നു, 3 സ്കോർസ് മെൻഷൻ ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു ലാസ്റ്റ് ഇയർ സ്കോർ കാർഡ് ഉണ്ടായിരുന്നത്. ഈ വർഷം ഈ ഫൈനൽ സ്കോർ കാർഡ് എന്ന് പറയുന്നത് 2 അറ്റംപ്റ്റ് ആണ് ഒരു കുട്ടിക്ക് പറ്റുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റ് ചെയ്യുന്നു, ഒരു സ്കോർ കാർഡ് വരുന്നു. രണ്ടാമത്തെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്കോർ കാർഡ് വരുന്നു. ആൻഡ് ഈ 2 അറ്റംപ്റ്റിലും ഹയസ്റ്റ് സ്കോർ ഏതാണോ ആ സ്കോറും ആ സ്കോറിന്റെ പെർസെന്റൈലും മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ സ്കോർ കാർഡ് കുട്ടിക്ക് കിട്ടുന്നതായിരിക്കും. അത് ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യണം. അഡ്മിഷൻ പ്രൊസീജിയറിന് അത് വളരെ ആവശ്യമാണ്. ഫോർ റിപ്പീറ്റേഴ്സ് ഫ്രം 2025, അതായത് 2025 എഴുതിയ ഒരു സ്റ്റുഡന്റ് ആണ് റിപ്പീറ്റ് ചെയ്ത് ഈ വർഷവും എഴുതുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ 2025 എഴുതുമ്പോൾ യുൽ ബി ഹാവിംഗ് എ വാലിഡ് സ്കോർ, ഒരു ഹയസ്റ്റ് സ്കോർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഫേസ് 1ൽ ആദ്യത്തെ അറ്റംപ്റ്റ്, അതായത് ഒരു അറ്റംപ്റ്റ് മാത്രമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലെ, അതായത് 2025 സ്കോർ കൺസിഡർ ചെയ്യും. റിപ്പീറ്റ് ചെയ്യുമ്പോൾ 2 തവണയും എഴുതുന്നുണ്ടെങ്കിൽ ഫേസ് 1ൽ ആ 2 അറ്റംപ്റ്റും എഴുതുന്നുണ്ടെങ്കിൽ 2025 സ്കോർ കൺസിഡർ ചെയ്യില്ല, ഇൻവാലിഡ് ആയിട്ട് പോകും. ആൻഡ് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണ് ഫേസ് 1 എഴുതുന്നില്ല, ഫേസ് 2 മാത്രമേ എഴുതുന്നുള്ളൂ, അതായത് വേക്കൻറ്റ് സീറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഫേസ് 2ൽ ആ ഒരു ഒറ്റ അറ്റംപ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ 2025 സ്കോർ അപ്പോഴും ഇൻവാലിഡ് ആവും, എടുക്കില്ല. ഇപ്പോൾ എഴുതിയ ഫേസ് 2ലെ ഈ ഒരു 1 അറ്റംപ്റ്റിലെ സ്കോർ മാത്രമേ വേക്കൻറ്റ് സീറ്റ്സിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ റിപ്പീറ്റേഴ്സ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അറ്റംപ്റ്റിംഗ് നാറ്റ എഴുതാനുള്ള എലിജിബിലിറ്റി. സോ 2 ക്രൈറ്റീരിയസ് ആണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്, ക്വാളിഫിക്കേഷൻ ആൻഡ് ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് നമുക്ക് പ്രത്യേകം ഒരു ഏജ് ലിമിറ്റ് പറയുന്നില്ല, എത്ര വയസ്സുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും നാറ്റ് എക്സാം എഴുതാം. ഓക്കെ, അതാണ് ഒരു പ്ലസ് പോയിന്റ്. പക്ഷേ ക്വാളിഫിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 12th പാസ്ഡ് അല്ലെങ്കിൽ 12th അപ്പിയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് നാറ്റ് എഴുതാനായിട്ട് പറ്റും. പക്ഷെ അവിടെയും നോക്കുന്നത് വേറൊരു കാര്യമാണ്, സബ്ജക്ട്സ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നാറ്റയിൽ ഫിസിക്സും മാത്സും കമ്പൽസറി ആണ്. ആൻഡ് അതോടൊപ്പം ഈ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്ട് ഉണ്ടായിരിക്കണം. ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ്, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ വൊക്കേഷണൽ, അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നാറ്റ് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി 10th കഴിഞ്ഞിട്ട് 3 ഇയർ ഡിപ്ലോമ എടുക്കുന്ന സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിപ്ലോമയിൽ മാത്സ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നാറ്റ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അറ്റൻഡിങ് നാറ്റ. BARC എലിജിബിലിറ്റി. സോ നാറ്റ എഴുതാനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് നോക്കി, നാറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഡ്മിഷന് പോകുമ്പോൾ എന്തൊക്കെയാണ് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ 12th അല്ലെങ്കിൽ 12th ഇക്വലന്റ് ആയിട്ട് എന്താണോ പഠിച്ചത് ആ ടോട്ടൽ സബ്ജക്ട്സിന്റെ 45% എബവ് ഉണ്ടായിരിക്കണം. 45% അല്ലെങ്കിൽ 45% എബവ് ഉണ്ടായിരിക്കണം. അതേപോലെ 10th കഴിഞ്ഞിട്ട് 3 ഇയർ ഡിപ്ലോമ വിത്ത് മാത്സ് എടുത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കും എല്ലാ സബ്ജക്റ്റും ടോട്ടൽ നോക്കുമ്പോൾ 45% അല്ലെങ്കിൽ 45% എബവ് ഉണ്ടായിരിക്കണം. സോ അവിടെ പോകുമ്പോഴും സബ്ജക്ട്സ് ചെക്ക് ചെയ്യുന്നതാണ്. നമ്മൾ നാറ്റ് എഴുതുമ്പോൾ മാത്രമല്ല സബ്ജക്ട് ചെക്ക് ചെയ്യുന്നത്, നമ്മൾ നാറ്റ് എഴുതി കഴിയും നമ്മൾ അഡ്മിഷന് പോകുമ്പോഴും സബ്ജക്ട് ചെക്ക് ചെയ്യുന്നതാണ്. കമ്പൽസറി ആയിട്ട് ഫിസിക്സ് ആൻഡ് മാത്സ് ഉണ്ടായിരിക്കണം. ആൻഡ് ഓപ്ഷണൽ സബ്ജക്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 8 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. സോ 3 സബ്ജക്റ്റുകൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നാറ്റ് എഴുതാനും അതേപോലെ തന്നെ അഡ്മിഷനും പോകാൻ സാധിക്കത്തുള്ളൂ. ദെൻ ജൂണിൽ നമ്മൾ BARCന്റെ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5% ഏർലി ബേർഡ് ഡിസ്കൗണ്ട് ആണുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 8086111933 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. So let's discuss about the application fee details. हमको भारत का पैसा चाहिए, भारत का. हमको पैसा इല്ല. എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ട് ആണിത്, എന്താണ് ആപ്ലിക്കേഷൻ ഫീസ്, എങ്ങനെയാണ് ഇതെന്നൊക്കെ ഉള്ളത്. സോ പെർ ടെസ്റ്റിനാണ്, അതായത് 2 അറ്റംപ്റ്റ് ആണ് ചെയ്യാൻ പറ്റുന്നത്. സോ ഓരോ തവണ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും ഈ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ OBC NCL കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 1750.
SC/ST, EWS, PWD കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 1250 ആൻഡ് ട്രാൻസ്ജെൻഡറിന് 1000 റുപ്പീസും ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ 15,000 ആണ് ഓരോ ടെസ്റ്റിനും ഫീ വരുന്നത്. സോ ഈ ഫീ നോൺ റീഫണ്ടബിൾ ആണെന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ആക്ടിവിറ്റി ടൈം ലൈൻ ഡീറ്റെയിൽ ആയിട്ട് ബ്രോഷറിൽ മെൻഷൻഡ് ആണ്. സോ എല്ലാ കാര്യങ്ങളും സമപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത്. സോ നാറ്റ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് April 4 ജൂൺ 13 വരെയാണ് എക്സാം ഉള്ളത്. March 9 തൊട്ട് ഓൺലൈൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എവറി ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഫ്രൈഡേസിൽ രാവിലെ ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സാറ്റർഡേ രാവിലെയും ഉച്ചയ്ക്ക് ഉണ്ടായിരിക്കും. പബ്ലിക് ഹോളിഡേസ് ഉണ്ടാവില്ല എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി phase 2 ഓൺ August 7th and 8th ആണ്. അതായത് phase 1 എഴുതാത്ത കുട്ടികൾക്ക് മാത്രമേ phase 2 അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതും ഒരു അറ്റംപ്റ്റേ ഉള്ളൂ. വേക്കൻറ്റ് സീറ്റ്സിലേക്ക് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആൻഡ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്നുള്ളത്. സോ ബേസിക് രജിസ്ട്രേഷൻ, അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഡോക്യുമെന്റ്സ് അപ്ലോഡിംഗ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഇതെല്ലാം കൊടുത്ത് നിങ്ങൾ ബേസിക് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ഒരു ലാസ്റ്റ് ഡേറ്റ് ഇല്ല. ബട്ട് സ്ലോട്ട് ബുക്കിങ്ങിന്, അതായത് രജിസ്ട്രേഷന് ശേഷം ഒരു ഡേറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് ഒരു ലാസ്റ്റ് ഡേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു റൈറ്റ് ദി എക്സാമിനേഷൻ ഓൺ ഫ്രൈഡേ, ഏതെങ്കിലും ഒരു വീക്കിലെ ഫ്രൈഡേയിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ തീരുമാനമെടുക്കുന്നു എങ്കിൽ ആ വീക്കിലെ മൺഡേ ആണ് ലാസ്റ്റ് ഡേറ്റ്. ആൻഡ് ഏതെങ്കിലും ഒരു വീക്കിലെ സാറ്റർഡേ ആണ് നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വീക്കിലെ ട്യൂസ്ഡേ ആണ് ലാസ്റ്റ് ഡേറ്റ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ഏത് ഡേറ്റ് ആണോ നിങ്ങൾ എടുക്കുന്നത് ആ ഡേറ്റിന് ഒരു 3 ദിവസം മുന്നേ ആയിരിക്കും അഡ്മിറ്റ് കാർഡ് വരുന്നുണ്ടാവുക. ആൻഡ് എഴുതി കഴിഞ്ഞതിന് ശേഷം സ്കോർ കാർഡ് അവൈലബിൾ ആവുന്നത് വിത്തിൻ 7 days ആയിരിക്കും. ഫൈനൽ സ്കോർ കാർഡ് വരുന്നത് ആഫ്റ്റർ phase 1. സോ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സോ നമ്മുടെ തിങ്കിന്റെ നാറ്റ ടോപ്പേഴ്സ് ആണ് ഇവരൊക്കെ. സോ ഐ ഹോപ്പ് നാറ്റ 2026 ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. ആൻഡ് ഓൾസോ യു ക്യാൻ DM അല്ലെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ആൻഡ് ഓൾസോ അഡ്മിഷൻ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഹലോ. So until next session, this is me Ashwati ji signing off. Ta-ta.